വളരെയധികം റോഡ് അപകടങ്ങൾ കാരണം മരണങ്ങൾ ഇന്ന് നമ്മൾ കണ്ടുവരാറുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അപകടം നടക്കുന്ന സ്ഥലത്ത് നമ്മൾ എന്താദ്യം ചെയ്യണം? അല്ലെങ്കിൽ അപകടം നടന്ന ഉടനെ തന്നെ ചുറ്റും കൂടി നിൽക്കുന്ന ആൾക്കാർ ആദ്യമായി ആ രോഗിയുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും സഹായിക്കാനായിട്ട് ആദ്യം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം നമ്മൾ എമർജൻസി വിഭാഗം അല്ലെങ്കിൽ എമർജൻസി മെഡിസിൻ്റെ ഭാഗമായി നമ്മൾ പരിശീലനം പല സ്ഥലങ്ങളിലും നടത്താറുണ്ട്. എപ്പോഴും ഒരു ട്രോമ കെയർ എന്ന് പറയുന്നത് അത് ആരംഭിക്കുന്നത് രോഗിയുടെ അപകടം അല്ലെങ്കിൽ അപകടം എവിടെ നടന്നുവോ അവിടെ നിന്നാണ്. രോഗിയെ ഇമ്മൊബിലൈസ് ചെയ്തുകൊണ്ട് ചലനം ഉണ്ടാകാത്ത രീതിയിൽ അവിടെ നിന്ന് അടുത്ത ആംബുലൻസിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ശ്വാസം നിലയ്ക്കുന്ന അവസ്ഥയോ എയർവേ ഓക്സിജൻ്റെ അളവ് കുറയുന്ന സാഹചര്യത്തിൽ പകരം ഓക്സിജൻ നൽകുക. ഏതെങ്കിലും ഒരു ഭാഗത്ത് പൊട്ടലുണ്ടായി അവിടെ നിന്ന് പൊട്ടലുണ്ടായി അവിടെ മുറിവുണ്ടായി അതിൽ നിന്നും നല്ല രീതിയിൽ അമിതമായ രക്തസ്രാവം ഉണ്ടെങ്കിൽ അതിനെ ആ രക്തം പോകുന്നത് തടയാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതെല്ലാം ഒരു ട്രോമ കെയറിൻ്റെ ഭാഗമായി വരുന്നതാണ്. രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതായത് നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വെച്ച് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി അസസ് ചെയ്ത് നമ്മളത് പേഷ്യൻറ്റിന് വേണ്ടിയുള്ള എല്ലാ ചികിത്സാ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോഴും എപ്പോഴാണ് ഏതൊരു രോഗിക്കും കൂടുതലായി രക്തസ്രാവം ഉണ്ടായി അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ നമുക്ക് അതിന് ട്രാൻസ്ഫ്യൂഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടായിരിക്കും അത് ചെയ്യാൻ സാധിക്കുക. പക്ഷേ എപ്പോഴും ആദ്യത്തെ ഒരു പടി എന്നുള്ള രീതിയിൽ പ്രൈമറി ആയിട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ അപകടം നടക്കുന്ന സ്ഥലത്ത് വെച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞത് കൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. സോ ആദ്യമായി എപ്പോഴും ട്രോമ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അപകടം നടക്കുന്ന സ്ഥലത്ത്. അതിനു വേണ്ടിയുള്ള പരിശീലനങ്ങളും എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗം നമ്മൾ നടത്താറുണ്ട്.